അവിടെ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഗീത. കുട്ടി, എനിക്ക് കുട്ടിയോട് പേഴ്സണലായിട്ട് വഴക്കൊന്നുമില്ല. സ്ഥിതിയൊക്കെ അറിയുകയും ചെയ്യാം. എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് വീക്കിൽ തന്നെ റെന്റും മെസ് ബില്ലും തീർക്കണമെന്ന റൂള്. ഇന്ന് 15. അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? കുട്ടി അതൊന്ന് പറഞ്ഞതാ. ആ, നാളെ 2-1 തീരുമാനിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. ഒരു വഴിയുമില്ല ഗീതേ. എവിടുന്നാ? ഈ വളയിൽ ഒരെണ്ണം വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. ഗീതേ, തന്നെ കാണാനൊരാള്. വാ. ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിച്ചുകൂടി. 50 പൈസ ചുമ്മാ ഉണ്ടാവോ? അതെ അതെ, പെട്രോൾ എനിക്ക് ഓസി കിട്ടണല്ലേ. എന്റെ കസിനാണ്, അമ്മാവിന്റെ മോൻ. കൂട്ടുകാരിയുടെ പേരെന്താ? വനിത. ഐ ആം പ്രിയദർശൻ. ഹലോ. ഹലോ. പ്രിയനെ കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നി. പ്രിയൻ ഒരു പാട്ടുകാരനായിരുന്നു. ഹോട്ടൽ ബ്ലൂ മൂണിൽ എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ പ്രോഗ്രാം നടത്തിയിരുന്നു. എനിക്ക് പാട്ടിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ എന്നെയും ക്ഷണിച്ചു. ഹലോ. ഹലോ, മുതലാളി ഉണ്ടല്ലോ, വരൂ. സർ. യെസ്. ഇതിനു മുമ്പ് എവിടെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല ഹോട്ടലിലോ നാടകത്തിനോ ഗാനമേളയ്ക്കോ? ഇല്ല. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടിയിട്ടില്ലെന്നേ ഉള്ളൂ സാർ. കോളേജിലൊക്കെ ധാരാളം പാടിയിട്ടുണ്ട്. പിന്നെ കവിത എഴുതും. കവിതയോ? അതുകൊണ്ട് ഹോട്ടലിലെന്താ തങ്കപ്പ പ്രയോജനം? ഒരു പ്രയോജനമില്ല. കൊച്ചേ, ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ വരുന്നവര് പാട്ട് കച്ചേരിയും ഗാനമേളയും ഒന്നും കേൾക്കാൻ വരുന്നവരല്ല. പിന്നെ നല്ല പാട്ടും കാണാൻ കൊള്ളാതെ പാടുകയൊക്കെ ചെയ്യുമ്പോ അവര് കണ്ടവനങ്ങ് തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. അതെ, തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നോക്ക്, പുതിയ പാട്ടെന്തെങ്കിലുമൊക്കെ പഠിപ്പിക്ക്, നോക്കാം. ശമ്പളത്തിന്റെ കാര്യം ഞാൻ 2 ദിവസം കഴിഞ്ഞേ പറയത്തുള്ളൂ കേട്ടോ കൊച്ചേ. താൻ പറയുന്നോണ്ട് ഞാൻ എടുക്കുക. താനല്ലേ ഇവിടുത്തെ സംഗീത സാമ്രാട്ട് അല്ലേ തങ്കപ്പ? അതെ അതെ. ചെല്ലു ചെല്ലു. ശരി. അയാൾ അങ്ങനെയാ, കലാബോധമില്ലാത്ത പരട്ട നഷ്ടാണി. വനിതയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. ഇതെന്ത് കവിതയാ? നീലക്കുറിഞ്ഞി എങ്ങനെ താമരയുടെ നറുമണമായി വരുന്നത്? നറുമണമായി വരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് കവിതയുടെ വല്ല ആവശ്യമുണ്ടോ? വനിത കവിയൊക്കെ അല്ലേ, വേറെ വല്ലതും മനസ്സുണ്ടായാൽ ഈ മീറ്റിൽ അങ്ങ് തിരുത്തി എഴുതിക്കൂ, നമുക്ക് മാറ്റിപ്പാടാം. നീലക്കുറിഞ്ഞികൾ പൂത്തു, പുലർവേളകൾ പൂവിർത്തു, അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത വരി, ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു, നാം ഇന്നീ വേളയിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. ഗുഡ് നൈറ്റ്. അയാൾക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോഹൻ. ആരാ? എന്റെ ബ്രദറാ. ഹലോ. ആരാടിവൻ? എടാ സോറി ട്ടോ. എന്തായാലും നിനക്ക് പാതിരാത്രി ഒരു ഹോട്ടൽ ബിസിനസ്? മണിക്കൂർ ഉണ്ടായാലും വാക്കുകൾ ഇവിടെ കുത്തിക്കാൻ തുടങ്ങിയിട്ട് ഒച്ച വെക്കാതെ നിനക്ക് അങ്ങോട്ട് വരായിരുന്നില്ലേ? ഓ, നിന്റെ സ്റ്റാർ ഹോട്ടൽ ഞങ്ങളെ കേട്ടില്ലല്ലോ.
നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചില്ലറ വല്ലതും ഉണ്ടോ? ഒരു 200 രൂപ ഞാൻ. 200 രൂപയോ? എടാ, ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയേ ഉള്ളൂ. ശമ്പളം കിട്ടിയില്ല. കിട്ടട്ടെ, തരാം. എന്നാ അതുവരെ ഞാനിവിടെ താമസിക്കാം. നീ വയ്ക്കോ, ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. പടി മോഹൻ. പ്രിയൻ, വേണ്ട. താങ്ക് യു കേട്ടോ. വേടാ പോ. വനിതേ, ഇത് കുറച്ച് അന്തസ്സും അഭിമാനമുള്ള ഒരു താമസിക്കുന്ന ഹോസ്റ്റലാണ്. എന്തായിരുന്നു അവിടെ ബഹളം? അനിയൻ. മണി ഇപ്പൊ എത്രയായി? 12. മാഡം, എന്റെ ഇങ്ങനത്തെ ജോലിയുള്ള ഇവിടെ താമസിക്കണ്ട, മനസ്സിലായോ? പിറ്റേന്ന് മേറ്റന്റെ കാല് പിടിച്ച് മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ അവിടെ തുടരാൻ അനുവാദം വാങ്ങിച്ചു. താമസിക്കാൻ ഒരു പുതിയ സ്ഥലം തേടി പല ദിവസങ്ങൾ നടന്നു. പ്രിയനും സഹായത്തിനുണ്ടായിരുന്നു. മുതലാളി വിളിക്കുന്നു. ഏത് മുതലാളി? കുഞ്ഞിപ്പാല മുതലാളി, MD. ചെല്ലേ, പോയി കണ്ടിട്ടോ. മറ്റന്നാളത്തേക്ക് റൂംസ് എല്ലാം ബുക്കല്ലേ? പാർട്ടിയുടെ കോൺഫറൻസ്. പിന്നെ അത് നേരത്തെ പറഞ്ഞ കാര്യല്ലേ? വാ, ഒരു മിനിറ്റ്. പാലോടർ 500 നിന്നല്ലേ ബുക്ക് ചെയ്ത്? അത് പിന്നെ അങ്ങനെ സ്ഥിരം മുറിയല്ലേ? അതിനടുത്ത് 2-3 മുറി ഇട്ടേരെ. ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുള്ളത് കൂടാതെ വേറെ ആരൊക്കെയോ കൂടെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നത്. ആ കാബറക്കാരോടൊക്കെ അന്ന് വേറെ ബുക്കിംഗ് ഒന്നും പോകണ്ടെന്ന് പറഞ്ഞേര്. വേറെ ഏതൊക്കെയാ റൂംസ്? 206, 315, 303, പിന്നെ 410. സാർ, പാട്ട് തുടങ്ങാൻ സമയമായി. കാണുന്ന റെസ്റ്റോറന്റിലേക്ക് അല്ലേ? പാട്ടൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ പാട്ടൊക്കെ കഴിഞ്ഞ് പാതിരാത്രി ബൈക്കിൽ കയറി അങ്ങോട്ടുള്ള യാത്രയും പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങോട്ടും. ഹോസ്റ്റലല്ലേ താമസം എന്ന് പറഞ്ഞേ? എന്തിനാ വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത്? ഇവിടെ തന്നെ കഴിഞ്ഞു. മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ താമസം. അതുകൊണ്ട് ഇന്ന് മുതല്, അല്ലെങ്കിൽ വേണ്ട നാളെ വരുമ്പോ പെട്ടിയാട്ടിങ്ങി പോരെ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ വിളിച്ചത്? എന്നും പോയി വരണ്ട, ഇവിടെ തന്നെ താമസിച്ചാ മതിയെന്ന്. വനിത എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഒരുമിച്ച് വന്നു പോകുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറയുന്ന കേട്ടോ, ഞാനുണ്ടല്ലോ ഇവിടെ. അന്നു മുതൽ എന്റെ താമസം ഹോട്ടലിലായി. ക്യാബറെ ആടുന്ന മാഗി എന്ന സ്ത്രീയുടെ കൂടെയാണ് എന്നെ താമസിപ്പിച്ചത്. അടുത്തപ്പോൾ അവർ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് തോന്നി. എന്നെ ഇഷ്ടവുമായിരുന്നു. അവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. പാലോടൻ എന്ന രാഷ്ട്രീയക്കാരനും കുഞ്ഞിപ്പാലും കൂടി ചേർന്നാണ് ആ ഹോട്ടൽ നടത്തുന്നതെന്ന്. അയാളെ മിക്കപ്പോഴും അവിടെ കാണാമായിരുന്നു. വിവാദങ്ങളും ചേരിപ്പോരുകളും നമ്മുടെ പാർട്ടിക്ക് ഒരു പുത്തരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളും ഇറക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അച്ചടക്ക ലംഘനം എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുഖവാസ കേന്ദ്രത്തിലെ താമസത്തിനിടയിൽ നമ്മുടെ പാർട്ടിയിലെ 2 പ്രവർത്തകർ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഇളക്കിവിട്ട കൊടുങ്കാറ്റ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അന്തസ്, അതായത് പാർട്ടിയുടെ ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ധാർമ്മിക നിലവാരം തന്നെയാണ് എന്ന് ഇത്തരുണത്തിൽ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അങ്ങനെ വനിത ഉറങ്ങില്ലായിരുന്നോ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിനക്കെന്താ ഒരു മൂഡൌട്ട് പോലെ? മനസ്സിനൊരു സുഖം തോന്നില്ല. പേടിയൊന്നും വേണ്ട വച്ചേ, ധൈര്യമായിട്ടിരുന്നോ. ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം.
ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചാ വേണ്ട, അത്രേ ഉള്ളൂ. പോയി നോക്ക്. മാഡത്തിനെ വിളിക്കുന്നു. ആര്? പാലോടൻ സാറിന്റെ മുറിയിലേക്ക് അല്ലെന്നാ പറഞ്ഞത്. 501. അങ്ങേര് മാത്രമേ ഉള്ളോ അതോ അലവലാതെ സിൽബന്ധികളുണ്ടോ? തന്നെ ഉള്ളൂ. താൻ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി. ആ, നീ റൂം പൂട്ടിക്കിടന്നു. ഞാൻ വരാൻ വെളുപ്പാവും. വന്നിട്ട് അടുപ്പിച്ച് 3 ബെല്ലടിക്കും. അപ്പൊ തുറന്നാ മതി. വരട്ടെ. ആ കിടന്നോന്ന് നോക്കുകായിരുന്നു. എങ്ങനെയുണ്ട് താമസമൊക്കെ? തൽക്കാലം വേറെ മുറിയൊന്നും ഇല്ലായിട്ടാ. കൊച്ചിനെ ഞാൻ നല്ലൊരു മുറി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ആരാ? അതെ, 402 തന്നെ. നിങ്ങളാരാ? ആ, പ്രിയനോ? എന്താടോ, സുഖം തന്നെ അല്ലേ? ആ, കൊച്ചുറങ്ങാൻ പോവാ, കൊടുക്കണ്ടല്ലോ. വേണോ? പ്രിയനാ? വേണ്ടെന്ന്. ആ, കിടന്നോ. ഹലോ. വൈകുന്നേരങ്ങളിൽ പാടുന്ന സമയത്ത് പ്രിയനെ കാണുന്നതായിരുന്നു ഒരേ ഒരു ആശ്വാസം. വനിതയ്ക്ക് പ്രിയനോട് പ്രേമമായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു. വേണമെങ്കിൽ അതിനെ പ്രേമമെന്ന് വിളിക്കാം. കേൾക്കട്ടെ. മാഗിയും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ താമസം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിരിക്കും. ഒരു ദിവസം മാഗി പറഞ്ഞു അവൾ ഹോട്ടൽ വിട്ടു പോവുകയാണെന്ന്.